അസ്സാം വലൈക്കും, നമസ്കാരം. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം നമുക്കിടയിലൂടെ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകിയിറങ്ങുന്ന അല്ലെങ്കിൽ നമുക്കിടയിലൂടെ ഒഴുകി നടക്കുന്ന ലഹരിയുടെ അതിപ്രസരമാണ്. ലഹരി വസ്തുക്കളുമായി പിടികൂടപ്പെടുന്ന വാർത്തകൾ ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ലവ് ജിഹാദിൻ്റെ അനന്ത സാധ്യതകൾ മുൻകൂട്ടി പ്രവചിച്ച അല്ലെങ്കിൽ വെളിപാടിലൂടെ മുൻകൂട്ടി പ്രവചിച്ച ആ മഹാമനുഷ്യക്ക് ഒരു നമോവകം പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലേ? അത് അന്ന് തന്നെ പറഞ്ഞതാണ്. ഇതൊക്കെ പ്രാബല്യത്തിൽ വരുത്തിയതിന് ശേഷമേ ഉള്ളൂ മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുക എന്ന്. ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ പറഞ്ഞു വരുന്നത്, അല്പമാസങ്ങൾ മുമ്പ് ഗുജറാത്തിലെ അദാനിയുടെ പേരിലുള്ള സീപോർട്ടിലൂടെ ആയിരക്കണക്കിന് കോടി വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. അന്ന് തന്നെ നമ്മളൊക്കെ പറഞ്ഞതാണ്, എത്ര കോടിയുടെ മയക്കുമരുന്നായിരിക്കും നമ്മളൊന്നും അറിയാതെ അല്ലെങ്കിൽ പിടികൂടപ്പെടാതെ രാജ്യത്തേക്ക് ഒഴുകിയിറങ്ങിയിട്ടുണ്ടാവുക. ഇത് ചർച്ച ചെയ്യാതെ പോയ അല്ലെങ്കിൽ കാര്യമായി ചർച്ച ചെയ്യാതെ പോയ ഒരു വിഷയമായിരുന്നു. അതുപോലെ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചതാണ്, അറിഞ്ഞതാണ്, കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. ത്രിപുരയിലെ BJPയുടെ ഉപാധ്യക്ഷൻ മംഗൾദേബ് വർമ്മ അല്ലേ, എന്താ പേര്, മംഗൾദേബ് വർമ്മ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഉപാധ്യക്ഷൻ 400 കിലോ കഞ്ചാവുമായിട്ട് കമാൽപുരത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, 400 കിലോ ആണ്. 4 ക്വിൻ്റൽ കഞ്ചാവുമായിട്ട് അയാൾ യാത്ര ചെയ്യുമ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. വാർത്തയായിരുന്നു, ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. ജിഹാദിൻ്റെ പേരുകൾ വന്നില്ല, കുരുക്ഷേത്രയുടെ പേരുകൾ വന്നില്ല, രാജ്യദ്രോഹത്തിൻ്റെ പേരുകൾ വന്നില്ല, പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും ഓടിപ്പോകാൻ പറഞ്ഞില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് മിനിഞ്ഞാന്ന് വാളയാർ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. പത്രമാധ്യമങ്ങൾ അത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം സ്വദേശിയിൽ നിന്ന് 2 കോടിയുടെ ഹാഷിഷ് ഓയിൽ പിടികൂടി എന്നുള്ളതാണ്. എല്ലാവരും ആ ഒരു വാക്കിലെ മലപ്പുറം സ്വദേശി എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ആള് മലപ്പുറം സ്വദേശി തന്നെയായിരുന്നു. മലപ്പുറം ആലങ്കോട് സ്വദേശി വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നാണ് 2 കോടി വിലമതിക്കുന്ന ഹാഷിഷിൻ്റെ ഓയിൽ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. വലിയ ചർച്ചകൾ വന്നില്ല, രാജ്യദ്രോഹം പറഞ്ഞില്ല, പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ ബർമയിലേക്കോ അല്ലെങ്കിൽ മ്യാൻമാറിലേക്കോ ഓടിപ്പോകാൻ പറഞ്ഞില്ല, ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞില്ല അല്ലേ? ഇനി ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന 2 വാർത്തകളിലേക്ക് പോകാം. അത് കഴിഞ്ഞാവാം മറ്റുള്ള കാര്യങ്ങൾ. ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ വാർത്ത, ഇന്നലെ വൈകിട്ട് 6:30 മണിക്ക് കൊല്ലത്തൊരു പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു അക്രമ സംഭവമാണ്. അവിടെ കഞ്ചാവും MDMAയുമായി പിടിക്കപ്പെട്ട പ്രതികളെ കാണുവാൻ 2 പേര് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ആ 2 പേരിൽ ഒരാൾ സൈനികനാണ്. ഇവർ അവിടെയുള്ള ASIയെ ക്രൂരമായി കയ്യിലുള്ള ഇടിവള ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ്. മാരകമായി മർദ്ദിക്കപ്പെട്ട അദ്ദേഹം ആശുപത്രിയിലാണ് ഉള്ളത്. ഈ മർദ്ദിച്ച സഹോദരങ്ങളിൽ മൂത്തവൻ വിഷ്ണു 30 വയസ്സ്, സൈനികനാണ് എന്നുള്ളതാണ്. രണ്ടാമത്തവൻ 28 വയസ്സുകാരനായ വിഘ്നേഷ്. ഇവർ പോയിട്ടുള്ളത് MDMAയും കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ട പ്രതികളെ കാണുവാനാണ്. ഇനി അടുത്തൊരു വാർത്തയിലേക്ക്, ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള വാർത്തയാണ്. നർക്കോട്ടിക് ജിഹാദിൻ്റെ അനന്ത സാധ്യതകൾ മുൻകൂട്ടി പ്രവചിച്ച പാലായിൽ നിന്ന് അടുത്ത് തന്നെയാണ് ഈരാറ്റുപേട്ട. അവിടെ നിന്ന് കഞ്ചാവുമായിട്ട് 4 കുഞ്ഞാടുകളെയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. ആ വാർത്ത കൂടി നമുക്ക് ആരൊക്കെയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നോക്കാം. മാനുവൽ ജോയി, റീഗൽ ഡെന്നീസ്, അലം എൻ ഷാജി, നിഖിൽ ജോസ്. ഇതാണ് അവിടെ നിന്നും പിടിക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞാടുകളുടെ പേര്. ഇവിടെ ഇതൊക്കെ എന്തിനാണ് പരാമർശിച്ചത്, എന്തിനാണ് ഇത്രയും ഒരു വീഡിയോ രൂപത്തിൽ ഇതിൻ്റെ പിന്നാലെ കൂടിയത് എന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ദിവസങ്ങൾ മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾ മുമ്പ് പറഞ്ഞ ഒരുപാട് ജിഹാദുകളിൽപ്പെട്ട ഒരു ജിഹാദായിരുന്നു നാർക്കോട്ടിക് ജിഹാദ്. നാർക്കോട്ടിക് ജിഹാദ് പരാമർശിച്ച ഒരു സാധാരണക്കാരനല്ല, അല്ലെങ്കിൽ വിടുവായത്തം പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ലായിരുന്നു അത് പരാമർശിച്ചത്. ആ പരാമർശിച്ച ആ വിഷയത്തിൻ്റെ
എന്തുകൊണ്ടാണത് പരാമർശിച്ചത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സാധ്യതയോ സംഭവമോ ഇല്ല. പിന്നീട് എന്തിനാണിത് പരാമർശിക്കുന്നത്? ഇത്തരം കാര്യങ്ങളിൽ പഠനം നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഇതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടെയുമാണ് ഉന്നയിക്കുക, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ, അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ MDMA എന്ന് പറയുന്ന MDMAയുടെ സ്വഭാവമൊക്കെ നമുക്ക് ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ സ്കൂളുകൾക്കടുത്ത്, നമ്മുടെ സ്കൂളുകളിൽ കുഞ്ഞു മക്കൾ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് മണിക്കൂറുകൾ, ദിവസങ്ങളോളം ഇതിൻ്റെ എഫക്റ്റ് നിലനിൽക്കുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, 2-3 തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് അവർ എന്ത് പണിയും ചെയ്യും, എന്ത് അക്രമവും പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതിന് ഉറക്കമില്ലാത്ത കുറേ സമയവും ഊർജ്ജസ്വലമായ കുറേ സമയവും ഒക്കെ കിട്ടുന്ന മറ്റു മയക്കുമരുന്നുകളേക്കാൾ വളരെ നിസ്സാരമായിക്കൊണ്ട് ലഭിക്കുകയും വളരെ ഈസി ആയിക്കൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യാവുന്നൊരു സാധനമാണ് MDMA എന്നുള്ളത്. അതുപോലെ തന്നെ കഞ്ചാവിൻ്റെ അതിപ്രസരം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഞ്ചാവ് എന്നുള്ളത് പണ്ടൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് അതിന് പേപ്പർ വേണമായിരുന്നു, അല്ലെങ്കിൽ ബീഡിക്കകത്ത് തെരച്ചുകൊണ്ട് ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്നത് യുവാക്കൾക്ക് ഉപയോഗിക്കുവാനുള്ള വളരെ ഈസിയായ, അതായത് ഈ ഹോസ്റ്റലുകളിലാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ഹോസ്റ്റലുകളിലാണ് ഇത് ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള രീതി. അത് ഞാനിവിടെ പരാമർശിക്കുന്നില്ല, കാരണം ഭയമുണ്ട്. കുഞ്ഞു മക്കളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അനുജന്മാരാണ്, നമ്മുടെ മക്കളെ പോലെയുള്ള, അല്ലെങ്കിൽ അനുജന്മാരെ പോലെയുള്ള ചെറിയ ചെറിയ കുട്ടികളാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഒരു വീഡിയോ ഈ ചാനലിലൂടെ തന്നെ ചെയ്തിരുന്നു. ഇവിടെ മട്ടാഞ്ചേരിക്കാരനായ ഒരു യൂട്യൂബർ, താടിയൊക്കെ വലിച്ചു നീട്ടിയിട്ടുള്ള ഒരു യൂട്യൂബറെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഒരു 17 വയസ്സുകാരിയായ പെൺകുട്ടി പറയുന്നത്, ഇത് ഉപയോഗിക്കുന്നവളാണ്, ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവളാണ്, പണമുണ്ട് കയ്യിൽ, സാധനം ലഭിക്കാനില്ല എന്നുള്ള. സാധനം ലഭിക്കാനില്ലാത്തവരോ, പണമുണ്ടായിട്ടും സാധനം ലഭിക്കാനില്ലാത്തവരോ, അല്ലെങ്കിൽ ഇത് ലഭിച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ അറിയാത്തവരോ ആയ കുഞ്ഞു അനുജന്മാരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് ഉപയോഗിക്കുവാനുള്ള സിമ്പിൾ ഐഡിയകൾ ഇന്ന് പ്രാബല്യത്തിലുണ്ട്. നമ്മളായിട്ടത് പറയുന്നില്ല എന്നുള്ളതാണ്. വളരെ ഈസി ആയിക്കൊണ്ട്, സ്മെല്ല് പുറത്തു വരാത്ത രൂപത്തിൽ, അതുപോലെ തന്നെ പേപ്പറിൻ്റെയോ അല്ലെങ്കിൽ ബീഡിയുടെയോ തെറുപ്പിൻ്റെയോ ഒന്നും സാധ്യതകൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്, വീഡിയോ നീണ്ടുപോകുന്നുണ്ട്, അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞു വന്നത്, രാജ്യസ്നേഹത്തിൻ്റെ കഥ പറയുന്ന, അല്ലെങ്കിൽ രാജ്യസ്നേഹം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നടക്കുന്ന ചില ആളുകൾ, അവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് വർഗീയതയും ലഹരി ഉപയോഗവുമാണ് ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്, പടർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പൊതുസമൂഹം, മതേതര പൊതുസമൂഹം തിരിച്ചറിയുക. വർഗീയതയുടെ വക്താക്കളുടെ കൈകളിൽ ലഹരി വസ്തുക്കൾ അതിവിപുലമായിക്കൊണ്ട് എത്തിച്ചേരുന്നുണ്ട്. അത് കുഞ്ഞുമക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. നമ്മളുടെ സ്കൂളുകളിലും കോളേജിലും പോകുന്ന കുട്ടികളെ കൗൺസിലിങ്ങിനായിട്ടും മറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ലഹരിയുടെ ഉപയോഗം, അതിൽ നിന്നും നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തണമെന്ന് ഒരു അഭ്യർത്ഥനയുമായിട്ട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. ഇന്നത്തെ വാർത്തകളൊന്നും വന്നിട്ടില്ല. ഇന്നും ഒരു നിലക്കും കുറവില്ലാത്ത വിധത്തിൽ ലഹരി വസ്തുക്കൾ പിടികൂടുന്ന അവസ്ഥയാണ് നാട്ടിലുള്ളത്. എന്തുകൊണ്ടാണ് ലഹരി വസ്തുക്കൾ ഇത്രയും വിപുലമായിക്കൊണ്ട് നാടുകളിൽ ഇത്രയും വിപുലമായി ലഭിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പഠനം നടത്തുക. ഏതൊരു അക്രമവും ഏതൊരു ക്രൂരകൃത്യവും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ലഹരിക്ക് അടിമയായിട്ടായിരിക്കും, അല്ലെങ്കിൽ ലഹരി ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുക. ലഹരിയുടെ മുകളിൽ ചെയ്യുമ്പോൾ അവനത് സ്വയബുദ്ധിയോടെയല്ല ചെയ്യുന്നതെന്നൊക്കെ പറയാറുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ലഹരി ഉപയോഗിക്കുന്നത്, സ്വയബുദ്ധിയോടെയല്ലേ ഈ ലഹരി ഉപയോഗിക്കുന്നത്, അവന് മനക്കെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എത്ര വലിയ
ക്രൂരകൃത്യവും ചെയ്യുവാൻ വേണ്ടിയിട്ട് ലഹരി ഒരു അവിഭാജ്യ ഘടകമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിക്കൊണ്ട് നമ്മുടെ നാടുകളിലേക്ക് ലഹരി സുലഭമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലോബി തന്നെയുണ്ട്. ആ ലോബി ആരാണ്, എന്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനിടയ്ക്ക് എനിക്ക് പല വാർത്തകളും നമ്മൾ വന്നുകൊണ്ടിരുന്നിരുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ അതുകൂടി ചേർത്തുകൊണ്ട് ലഹരിയെക്കുറിച്ചൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമുക്കിടയിലൂടെ, നമ്മുടെ അയൽപക്കങ്ങളിലൂടെ, നമുക്ക് മുൻപിലൂടെ, നമുക്ക് സൈഡിലൂടെ, നമുക്ക് പിന്നിലൂടെ യാത്ര ചെയ്യുന്ന ലഹരിയുടെ ഡീലർമാരുണ്ടെങ്കിൽ അവരെ തടയേണ്ടത് നാം തന്നെയാണ്. നമ്മളതിന് മുൻകൈ എടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ വരും വരയ്ക്കും വണക്കം. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.